PF-ന്റെ ഉൾപ്പെടെ നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പരിഷ്കാരമായ തദ്ദേശ പൊതു സർവീസ് രൂപീകരണത്തിൻ്റെ നിരവധിയായ പ്രശ്നങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയിട്ടും അതിനെതിരെ ഒന്നും ഒരു ചെറുവിൽ നടക്കാത്ത സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തദ്ദേശ പൊതു സർവീസിലെ ജീവനക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ ജീവന രക്ഷാ സദസ്സ് സംഘടിപ്പിക്കുന്നത് നമ്മൾ നടത്തുന്നവരാണ്. ഈ ഇലക്ഷൻ പരിപാടികൾ വരുന്ന സമയത്ത് മാറി വരുന്നൊരു ഗവൺമെൻറ് എന്തായാലും ഈ കാര്യത്തിൽ വളരെ അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നുണ്ട്. ഈ വരുന്ന ആളുകളിൽ പോരാട്ടം നയിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കുന്നതിന് നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ കൂടിയായ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ജോൺ കെ സ്റ്റീഫൻ ആദരവ് ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ ഈ തദ്ദേശ ജീവന രക്ഷാ സദസ്സിൻ്റെ അധ്യക്ഷൻ, ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ നൈറ്റോ ബേബി അരീക്കൽ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്ന ഏറെ പ്രിയങ്കരനായ KPCCയുടെ മുൻ പ്രസിഡന്റ് ശ്രീ K മുരളീധരൻ, ഇവിടെ സംസാരിച്ച് കടന്നുപോയ KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KS ശബരിനാഥൻ, കേരള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, തദ്ദേശ പൊതു സർവീസിലെ ജീവനക്കാരെ പ്രതിലോമകരമായി ബാധിക്കുന്ന നിരവധിയായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഇന്ന് തദ്ദേശ ജീവന രക്ഷാ സദസ്സ് സംഘടിപ്പിക്കുന്നത്. ഒരു വർഷത്തിന് മുമ്പ് തദ്ദേശ ജീവന സംരക്ഷണ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ അന്ന് നമ്മൾ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം പരാജയപ്പെട്ട